നമ്മുടെ ഗബ്രിയെ മെഡിക്കൽ റൂമിൽ ആക്കി കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്ന നമ്മുടെ സിബിനും സായിയും അർജുനും കൂടി ലൈവിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. സിബിൻ പറയുന്നു ജാസ്മിന്റെ പ്യുവർ ഗെയിം പ്ലാൻ ആണിത്, ഗബ്രി ഇങ്ങനെയല്ല എന്ന്. അപ്പൊ അർജുൻ പറയുന്നു ജാസ്മിൻ ആകെ വിചാരം അവളുടെ വീട്ടുകാരെ പറ്റി മാത്രമാണ്. അപ്പൊ സായി പറയുന്നു അതുമില്ല, അല്ലെങ്കിൽ എന്റെ നേർക്ക് വരണ്ടേ, ഞാനല്ലേ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞത്, ഈ അടിയും ഈ കാര്യങ്ങളും എല്ലാം തുടങ്ങിയത് ഞാനല്ലേ, എന്റെ നേരെ വന്നാൽ ഇനിയും പുറത്തെ കാര്യങ്ങൾ എടുത്തിടും എന്ന് അവൾക്കറിയാം എന്ന് സായി പറയുന്നു. സിബിൻ പറയുന്നു ജാസ്മിൻ നൈസായിട്ട് പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരുടെ തലയിൽ ഇടുകയാണ്, ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ, എല്ലാരോടും എന്നെ പച്ചയ്ക്ക് തിന്ന് മതിയായില്ലേ എന്ന് ജാസ്മിൻ പറഞ്ഞതായിട്ട് പറയുന്നു സിബിൻ. അപ്പൊ സായി പറയുന്നു ഗബ്രി പക്ഷെ മിണ്ടുന്നില്ല എന്ന്. അപ്പൊ ഉടനെ സിബിൻ സത്യത്തില് സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് ഗബ്രിയെയാണ്, അവൾക്ക് കൊടുക്കേണ്ടത് ഒരു ഓസ്കാർ അവാർഡാണ് എന്ന്. അവിടെ ഉള്ളവരെല്ലാരും മനസ്സിലാക്കി ഇത് ജാസ്മിന്റെ ചീപ്പ് പട്ടിഷമാണെന്ന്. ആർക്കും ഒരു ബോധറേഷനും ഇല്ല, എല്ലാരും അവിടെ പാട്ടും പാടി ഇരിക്കുവാണ്, പൂജയും ജാൻമണിയൊക്കെ വിഷുസാരിയൊക്കെ എടുത്ത് എല്ലാരും വൺ ഹാപ്പി മൂഡിലാണ്. ആർക്കും ജാസ്മിന് പട്ടി വില പോലും കൊടുക്കുന്നില്ല ഈ പട്ടിഷോയ്ക്കൊന്നും. കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു, എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആണ്, ഒരു ഇതുമില്ല. ആക്ച്വലി അവിടെയുള്ള ആരും കരഞ്ഞു പോയി ഒന്നും ഇരിക്കുന്നില്ല. അവിടെ ഉള്ളവർക്ക് തന്നെ മനസ്സിലായി, പുറത്തുള്ളവർക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടിരിക്കുന്നു. കുറെ പേര് ഇവരുടെ സഹതാപതരംഗത്തിന്റെ പുറകെ പോകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു കോൺവെർസേഷൻ ഇത് പൊളിച്ചു, സിബിൻ പ്രത്യേകിച്ചും.